കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. തലക്കേറ്റ ഗുരുതരമായ പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വാരിയലുകൾ പൂർണ്ണമായും ഒടിഞ്ഞുവെന്നും റിപ്പോർട്ടിലുണ്ട്. തലയോലപ്പറമ്പ് കീഴൂരിലെ വീട്ടുവളപ്പിൽ ബിന്ദുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. വാർത്തയോട് പ്രതികരിക്കാനായി കെ രമ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MLA, ഇപ്പോൾ MV ഗോവിന്ദന്റെ ഉൾപ്പെടെ പ്രതികരണം MLA ശ്രദ്ധിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നലെയും ഇന്നുമൊക്കെ മന്ത്രിമാർ പറഞ്ഞ വാക്കുകൾ വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കുകയാണ്. അവർക്കും സിസ്റ്റത്തിനും യാതൊരുവിധ വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഒഴിവാകാൻ കഴിയുമോ? അല്ല, ഭരണകൂടങ്ങളും അതിന്റെ സംവിധാനങ്ങളും പിന്നെ സിസ്റ്റത്തിന് കുഴപ്പമില്ല എന്ന് മാത്രമല്ലേ പറയുള്ളൂ. കുഴപ്പം നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇതുപോലെ ഒരു കുത്തഴിഞ്ഞൊരു സംവിധാനം ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ആരോഗ്യ മേഖല ഇത്രയും അപകടാവസ്ഥയിലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് ഈ മരണത്തിന് പ്രധാനപ്പെട്ട കാരണമായിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജില് ആ കെട്ടിടം ഇടിഞ്ഞു വീണ് അവിടെ കുറച്ച് സമയത്തിനകം ഈ മന്ത്രിമാരൊക്കെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം കണ്ടാൽ അതിനകത്ത് ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഒന്ന് പരിശോധിക്കണമെന്നാണ് ആദ്യത്തെ നിർദ്ദേശം കൊടുക്കേണ്ടത്. അങ്ങനെയാണല്ലോ ഈ മന്ത്രിമാരുടെയും അല്ലെ ജനപ്രതിനിധിയുടെ ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനമാണ് ആദ്യം നടത്തേണ്ടതും പുരോഗമിക്കേണ്ടതും. പക്ഷെ അതിന് പോലും തയ്യാറാകാതെ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് വളരെ ലാഘവത്തോടുകൂടി നമ്മളെ സംസാരം കണ്ട എത്ര ലാഘവത്തോടു കൂടിയാണ് ഇത് സംസാരിക്കുന്നത്. അതാണ് തീർച്ചയായിട്ടും ബിന്ദുവിന്റെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ വീഴ്ചയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിലുണ്ടായത്. ഇത് മാത്രമല്ല, നോക്കൂ, 3-4 മാസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് മുഴുവൻ കത്തി. എന്താ ആലോചിച്ച് നോക്കുക, എത്ര നേരത്തെ അധികം മുന്നേ അല്ലാതെ എടുത്ത ഒരു ആശുപത്രി കെട്ടിടമാണ് അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ എത്തിച്ചേർന്നത്. അന്ന് അവിടെ രോഗികളൊക്കെ ഡിസ്ചാർജ് ചെയ്തു, പറഞ്ഞയച്ചു, മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഒരു തരം മേൽനോട്ടങ്ങളോ ഒരു തരം സംവിധാനങ്ങളോ ഇല്ലാതെയാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ബിൽഡിംഗ് പഴയതാണ് എന്ന് പറഞ്ഞു, അടച്ചിട്ട് എന്ന് പറയുന്നു. അടച്ചിട്ട ടോയ്ലറ്റിലേക്കാണ് പോയത് എന്ന് പറഞ്ഞു. അടച്ചിട്ട ടോയ്ലറ്റിൽ എങ്ങനെയാണ് വെള്ളവും വെളിച്ചവും ഒക്കെ ഉണ്ടാവുക? അത് ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ അതൊക്കെ ഡിസ്കണക്ട് ചെയ്യുമല്ലോ, ആളുകൾ അവിടേക്ക് പോവില്ലല്ലോ. അപ്പൊ ഇതൊക്കെ അവിടെ ലഭിക്കുന്നത് കൊണ്ടാണ് ആളുകൾ ഇതിപ്പോ ഉപയോഗിക്കുന്നത്. അവിടെ പോയിട്ട് ഈ ആളുകളോട് പോലും സംസാരിക്കാൻ പോലും ബഹുമാനപ്പെട്ട മന്ത്രിമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു കുത്തഴിഞ്ഞ സംവിധാനം, ഈ മന്ത്രിയൊന്നും ഇനി ഈ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവുമില്ല. രാജിവെച്ച് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത്. MLA പറഞ്ഞതുപോലെ തന്നെ ഈ വീഴ്ച അംഗീകരിക്കാത്തത് മാത്രമല്ല, നിലവിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ ഇതൊക്കെ ആരോഗ്യ മേഖലയെ തകർക്കാനായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കരുതിക്കൂട്ടി ഉണ്ടാകുന്നതാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറി. പ്രതിപക്ഷമാണോ ഇന്നലെ അപകടം ഉണ്ടാക്കിയത്? അവിടെ പ്രതിപക്ഷമാണോ അവിടെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണതിനും ബിന്ദു ബഹുമാനപ്പെട്ട ആ സഹോദരി മരണത്തിനുമിടയായത് പ്രതിപക്ഷത്തിന്റെ സമരത്തിന്റെ ഭാഗമായിട്ടാണോ? ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞിട്ടാണോ? മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കത്തിയത് പ്രതിപക്ഷം പറഞ്ഞിട്ടാണോ? മിക്ക ആശുപത്രികളിലും സംവിധാനങ്ങളില്ലാതെ സർജറി നടത്തണമെങ്കിൽ ഇപ്പോഴും അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുത്തു നോക്കൂ. പല സർജറിക്കും ഉപകരണങ്ങളും പൈസയും ഇവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കൊടും. ഒരു സിറിഞ്ച് ഉൾപ്പെടെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ് മിക്ക സർക്കാർ ആശുപത്രികളും ഉള്ളത്. എന്ത് സംവിധാനമാണുള്ളത്? ഇവിടെ എല്ലാവരും സർക്കാർ ആശുപത്രിയിലേക്ക്, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന ഒരു ആതുര സേവന കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ, താലൂക്ക് ആശുപത്രികൾ, ബീച്ച് ആശുപത്രികൾ. ഈ ബീച്ച് ആശുപത്രികളിലൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടുത്തെ സാധാരണങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രൂപത്തിലാണോ ഉള്ളത്? അവിടുത്തെ ആശുപത്രി മതിയായ ഡോക്ടർമാരുണ്ടോ? എന്തൊക്കെ കുത്തഴിഞ്ഞ സംവിധാനത്തിലേക്കാണ് ഇത് പോകുന്നത്? ഇതൊക്കെ തുറന്നു പറയുമ്പോൾ പ്രതിപക്ഷം കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ച് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാകട്ടെ. അത് തന്നെയാണ് കാലത്തിനനുസരിച്ച് അതൊക്കെ പഠിച്ച് പരിഹരിക്കേണ്ടിയിരുന്നു. അത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. പക്ഷെ അതിവിടെ നടന്നില്ല എന്നുള്ളത് തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീമതി കെ രമ പ്രതികരിച്ചതിനെ.